ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കും പ്ലംബിംഗ് പണിക്ക് പോകുന്നത്. അതൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ തേനീച്ചെരുപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് പൈപ്പിനകത്ത് ചെറിയൊരു പൈപ്പിനകത്താണ് ഇരിക്കുന്നത്. ആ പൈപ്പിനകത്ത് നമുക്ക് തേനെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കിലോയ്ക്ക് ഇപ്പോൾ 4000 രൂപയൊക്കെ വിലയുണ്ട്. നമ്മളതിന് വെറുതെ കളയുന്നത്. അപ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ഒരു 90 രൂപ ആയിട്ടുള്ള പൈപ്പ് ഇത് വെച്ചിട്ട് നമുക്കൊരു 4000 രൂപയുടെ തേന് നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ. നമുക്കിത് 1.5 ഇഞ്ച് പൈപ്പാണ്. നമുക്കൊരു 1.25 ഇഞ്ച് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ഈ പീസ് എടുക്കണം. എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് വികസിപ്പിച്ചെടുക്കണം. കാര്യം ഇത് 1.5 ഇഞ്ചുള്ള പൈപ്പ്. ഇപ്പം നമ്മുടെ തേനിരിക്കുന്ന കൂടെന്ന് പറയുമ്പോഴേക്ക് 2 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്കതിനൊരു 1.25 ഇഞ്ചെങ്കിലും ഇതിനെ ആക്കണം. 1.25 ഇഞ്ചെങ്കിലും. അപ്പോൾ ഇതിനൊന്ന് ചൂടാക്കിയിട്ട് ഈ പൈപ്പിനകത്തോട്ട് കയറ്റി നമുക്ക് വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അല്ല, ചൂടാക്കിയിട്ട് സോക്കറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്തതുവരെ ഇങ്ങനെ കട്ട് ചെയ്യണം. ദൂരെങ്കിലും കട്ട് ചെയ്ത് ഇത്രയും ദൂരെങ്കിലും കട്ട് ചെയ്യണം. പിന്നെ പകുതിക്ക് വെച്ച് ഇങ്ങനെ കീറിയെടുക്കണം. കീറിയിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതുവരെ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ആക്ച്വൽ ബ്ലൈഡിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവരെ ഉണ്ട്. നമുക്കിനി ചെറിയൊരു പണി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നൂലിട്ട് നമുക്ക് കെട്ടണം. നമുക്ക് അതായത് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് തിരിച്ച് വലിച്ചെടുക്കാൻ കണക്ക് നമുക്കൊരു സെറ്റ് ചെയ്യണം. അവിടെ നമുക്ക് ചെയ്യാം. രണ്ട് പ്രാവശ്യം ഇങ്ങനെ അപ്പുറം ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു നൂലൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രൈഡ് തന്നെയാണ്. അതാകുമ്പം പൊട്ടിപ്പോവില്ല. അങ്ങനെ എടുത്ത് നമുക്കിതിനിവിടെ ഒരു ഹോളിട്ട് കെട്ടണം. ഏതാണ്ട് ഒരു ഹോളിട്ടിട്ടുണ്ട്. നമ്മൾ കമ്പി ചൂടാക്കിയാണ് ഹോളിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണ്ട പിന്നെ വിജാഗിരി കണക്ക് ഇതിങ്ങനെ പോകും. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നൊളിച്ച് കൊടുക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ എന്തായാലും എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രൈഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടിയുള്ള ഏത് നൂലായാലും മതി. അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതാകുമ്പോഴേക്കും നമുക്ക് വലിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ നൂലൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാര്യം. നമുക്ക് അവിടെ ഇരിക്കുന്ന സാധനം വലിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അടഞ്ഞാലേ നമുക്ക് പറ്റുമോ? അതുപോലെ വേറെ കാര്യങ്ങളുണ്ട്. ഇത് കെട്ടിയിട്ടുണ്ട്. കാര്യം കൈ മുറിയും. നൂലിങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കൈ മുറിയും. നമ്മളത് കെട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ടി കളഞ്ഞ് വേസ്റ്റ് അല്ല, ഉപയോഗം. അല്ല എന്താവും ശരി. അപ്പോൾ നമുക്ക് എന്തായാലും തേനീച്ച പിടിക്കാൻ പോവാം. തേനെടുക്കാൻ പോകാം. തേനീച്ചല്ല, തേന പിടിക്കാം. നമ്മൾ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പിടിക്കുന്ന തേനീച്ച നമുക്ക് ഇതിനകത്താക്കണം. തേനെടുത്തിട്ട് അതിൻ്റെ കൂട് പൊളിച്ച് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിനകത്താക്കണം. അത് ചിരട്ട ഇവിടെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കണ്ണൻ ചിരട്ട വെച്ച് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ അടയ്ക്കണം. അടച്ചത് ഇവിടെ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനകത്താക്കണം. ഈ കൂട്ടിന് നമ്മുടെ കൂടാണ് തേനീച്ച കൂടാണ് ഇരിക്കുന്നത്. ഇതിനകത്താണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് നമുക്ക് എടുക്കുന്നതിന് മുന്നായിട്ട് ഈ തലയിലെ തുണി എന്തെങ്കിലും വെച്ച് കെട്ടണം. അല്ലെങ്കിൽ ഈ തലമുടിയിൽ അത്രയും കയറി പറ്റി പിടിച്ചിരുന്നിട്ട് ഇളകി പോവുകയില്ല. അപ്പോൾ നമുക്ക് തുണിയെടുത്ത് വെച്ച് ഇങ്ങനെ തലയിൽ കെട്ടണം. തലയിൽ നിന്ന് പോവില്ല. നമുക്കിതിനെ പതുക്കെ എടുക്കണം. ഈ സാധനം നമുക്ക് ഉപയോഗമുള്ളതാണ്.
കൂട് അവരെ ഡോറും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് വേഗമുണ്ടാകും, വേഗം കിളക്കിയെടുക്കാം. ഒന്ന് തേനീച്ച പുതിയ ചാൻസ് ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ നന്നായിട്ട്. നമുക്കവനെ കൊണ്ട് പോവാം. ഫുള്ള് തേനാണ് കേട്ടോ, ഈസി ആയിട്ട് എടുക്കും തേനെടുക്കുക. ഇതിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പൊളിച്ച് കാണിക്കാം. അയ്യോ, അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കും. നമ്മൾ തേനെടുത്തിട്ടുണ്ട്. കണ്ടോ എന്താണ് നമുക്ക് നോക്കാം. അയ്യോ, തേന് കണ്ടോ, പൈപ്പ് ഫുള്ള് തേനാണ്. കണ്ടോ, നമ്മുടെ പരീക്ഷണം വിജയിച്ച്. ചെറുതേനാണ്, അത് കിലോ 1000 രൂപ വിലയുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന സാധനമാണ്. പിന്നെ പൈപ്പ് ഫുള്ള് തേനാണ്. ഉണ്ടോ, നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കിലോ 4000 രൂപ വിലയുണ്ട്. ഇപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഇത്ര ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് 4000 കിലോ സാധനം ഉണ്ടോ, 1000 കിലോ സാധനം ഉണ്ടെന്ന് നോക്കാം. തേനും എൻ്റെ പൂമ്പൊടിയൊക്കെയാണ്. അതാ നമുക്ക് ഒന്നുകൂടെ പോവേണ്ടി വരും. കാര്യം എൻ്റെ കൂട് ഫുള്ള് കിട്ടിയിട്ടില്ല. ഇത് വേണ്ട, പൂമ്പൊടിയൊക്കെയാണ് ഇരിക്കുന്നത്. കൂട് ഫുള്ള് കിട്ടിയിട്ടില്ല. തേനുണ്ട്, നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും. പ്യുവർ ഒരു മായമൊന്നും ഇല്ലാത്ത സാധനമാണ്. എന്താ അതിൻ്റെ കട്ടി കണ്ടോ, വലിച്ച് വീഴുന്നുണ്ടോ, എന്താ ഒരു മായമൊന്നും ഇല്ലാത്ത സാധനമാണ്. നല്ല തേനാണ്, പ്യുവറാണ്. നല്ല സൂപ്പർ തേനാണ്. എന്താ ചെറുതേന്. മോൾ ഇവിടെ ഇല്ല, മോള് സ്കൂളിൽ പോയിരിക്കുന്നത്. അവളുകൊണ്ടാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്യാനായത്. അതാണ്ട പൂമ്പൊടിയൊക്കെയാണ്. മരുന്നാണെന്നാണ് ഈ പറയുന്നത്. എല്ലാം നല്ല മരുന്നാണ്. അപ്പോൾ എന്തിന് വെറുതെ കളയാം. നമ്മുടെ ഇതൊരു പരീക്ഷണമായിരുന്നു, അത് വിജയിച്ചു. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷണം മണ്ണൊന്നുമില്ല, പൈപ്പിനകത്തിരുന്നതല്ലേ. ഉണ്ടോ, നല്ല വിജയിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കണം. അതിനകത്ത് തേൻ ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം. ഇതിനകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ തേനാണോ, ഫുള്ള് തേനാണോ പൈപ്പിൽ പുറത്ത്. ഫുള്ള് തേനാണ്. ഇത് എടുക്കാൻ പറ്റുമോ, എന്തായാലും വലിയ വേസ്റ്റായി പോകുന്നു. തേനുണ്ട്. പെട്ടെന്ന് കണ്ടോ, ഫുള്ള് തേനാണ്. കണ്ടോ, നമ്മൾ വെറും 90 രൂപ കൊടുത്ത് പൈപ്പ് വാങ്ങി സെറ്റ് ചെയ്താണ്. കണ്ടോ, ഫുള്ള് തേനാണ്. കണ്ടോ, ഒരു കൂടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയും നമ്മുടെ പൊളിക്കുണ്ട്, അവിടെ ഇരിക്കട്ടെ. എന്തായാലും കൂടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തേനാണ്, ഫുള്ള് തേനാണ്. കണ്ടോ, ഫുള്ള് തേന്, പ്യുവർ. എന്ന് വെച്ചാൽ നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൂടുതലും എന്തെങ്കിലുമൊക്കെ മായം ചേർത്തിട്ട് അവർ തരുള്ളൂ. അപ്പോൾ നമുക്ക്
വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. തേനാണ് ഗ്യാസ്, തേൻ. ഉള്ളിലോട്ടാണ് ഫുള്ള് തേൻ. തേനടി ആറാടുകയാണ്. ഉണ്ടോ? തേനാണ് ഗ്യാസ്, തേന്. അതിൻ്റെ കൂട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും അത് രക്ഷപ്പെടും. കൂടൊന്നും നമുക്ക് ഇതിൽ വന്നിട്ടില്ല. കൂടുന്നതായിരിക്കും കുഞ്ഞു കുഞ്ഞു മുട്ടകളാണ്, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വേറൊരു കൂട്ടിൽ വയ്ക്കേണ്ടി വരില്ല, അതിൽ തന്നെ കൂടുണ്ടാക്കിക്കോളും. ഇത് പൂമ്പൊടി എന്ന് പറയും, ഇത് പൂമ്പൊടിയാണ്. തേനാണ് തേൻ. അപ്പം നമുക്ക് 1/2 കിലോ ആ റേഞ്ച് വരെ കിട്ടിയിട്ടുണ്ട്. എന്നാലും 2000 രൂപയ്ക്കായി. എന്തായാലും നഷ്ടമില്ല. ഞാൻ അടുത്തൊരു കൂടെ ഇരിപ്പുണ്ട്, നമുക്കതിനെ നോക്കണം. ഇവിടെ ഇരുന്നത് ചീത്തായി പോവുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പല്ലിയോ എലി എന്തെങ്കിലും കയറി വന്നിട്ട് ജയിച്ച് പോവുകയുള്ളൂ, നമുക്ക് ഉപയോഗമില്ലാതെ പോകും. അപ്പോൾ നമുക്ക് അടുത്ത കൂട് ചെറിയ കൂടാണെന്ന് തോന്നുന്നു, വലിയ കാണുന്നില്ല. ഇല്ല, ഇതിൽ വച്ച് തുടങ്ങിയിട്ടുള്ളൂ. തേൻ ചീത്തായി പോയതാണ്. കേട്ടോ, തേൻ എടുക്കാതെ ചീത്തായി പോയതാണ്. അതിൻ്റെ ഒക്കെയാണ്. അതൊക്കെ ഉപയോഗമല്ലോ, നമ്മളിവിടെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഒന്നുമില്ല, ഗ്യാസൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചൊരു കണ്ടൻ്റാണത്. അപ്പോൾ ഈ കണ്ടൻറ്റ് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.